ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെങ്കിൽ എന്റെ പേര് എബിൻ ഷാ. നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഉപകാരപ്പെടുന്ന കുറേ ടൂൾസും കോൺസെപ്റ്റുകളും ഒക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊരാൾക്കും എങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ AI പ്രോഗ്രാമിംഗ് എന്നുള്ളത്. അതിന് അവരിപ്പോ ഒരു പേര് തന്നെ ഇട്ടിട്ടുണ്ട്, വൈബ് കോഡിംഗ്. അതായത് വൈബ് ചില്ലായിട്ട് പോയിരുന്ന് കോഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട, ഭയങ്കര ടെക്നിക്കൽ നോളജും വളരെ ഡീപ്പായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസും അങ്ങനത്തെ നോളജും ഒന്നും ഇല്ലാതെ സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾക്ക് വെബ്സൈറ്റ് എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാനാണ് അവര് നമ്മളെ സഹായിക്കുന്നത് ഈ വൈബ് കോഡിംഗ് ടൂൾസ്. സോ ഞാനിവിടെ കുറച്ച് വൈബ് കോഡിംഗ് ടൂൾസിനെ പരിചയപ്പെടുത്താം. രണ്ട് സെക്ഷനായിട്ട് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള വൈബ് കോഡിംഗ് ടൂൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് സെറ്റപ്പ് ഒന്നും വേണ്ട. ഇവിടെ നിങ്ങൾ നേരെ വന്നിട്ട് കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ക്രോം അല്ലെങ്കിൽ എഡ്ജ്, എന്നിട്ട് നേരെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. അതൊരു ടൂൾ. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് എഡിറ്റർ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് AI പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളത്. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ജസ്റ്റ് ഒരു നോട്ട് പാഡ് പോലത്തെ കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ കോഡിംഗ് പരിചയമുള്ളവരാണെങ്കിൽ VS കോഡ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്റർ ആണ്. പക്ഷെ അതിനുള്ളിൽ നിങ്ങൾക്ക് AI യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ രണ്ട് സെഷനായിട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തെ സെഷനിലെ ഏറ്റവും പോപ്പുലർ ആയ ആപ്പ് എന്ന് പറയുന്നത് bolt.new, ലവബിൾ, ഫയർബേസ് സ്റ്റുഡിയോ, V0 ബൈ വേഴ്സൽ. ഇതെന്ന് പറയുന്നതാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബ്രൗസർ ബേസ്ഡ് ടൂൾസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്കൊരു ബിഗിനേഴ്സ് എന്ന നിലയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് എന്ന് പറയുന്നത് വൈബ് കോഡിങ്ങിന്. പിന്നീടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് കോഡ് എഡിറ്റർ ബേസ് ചെയ്തിട്ടാണ്. കഴ്സർ, വിൻസർഫ്, പിന്നെ VS കോഡ് തന്നെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് GitHub Copilot എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ഇത്തരമുള്ള കോഡിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ സ്ക്രീനിലേക്ക് പോയിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. നിങ്ങൾ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ bolt.new എന്ന് പറയുന്ന വെബ്സൈറ്റ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മെൻഷൻ ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അതോർത്ത് നിങ്ങൾ വിഷമിക്കണമെന്നില്ല. സോ ഇത് ഞാൻ കയറുമ്പം എന്താണ് വരുന്നത്? ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മെയിൻ എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്കറിയാം, എല്ലാ AI ടൂൾസിന്റെയും ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെയും സെയിം സ്റ്റോറി തന്നെയാണ്. പ്രോംപ്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. പ്രോംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷിൽ നമുക്ക് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കണം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അതൊന്ന് പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ആളുകള് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കണമെന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. അതിന് സഹായിക്കാനുള്ള വഴികളും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ താഴോട്ട് വരുമ്പം ഫിഗ്മ, GitHub എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ഫ്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, എനിക്കൊരു ആപ്പ് വേണം, ഇങ്ങനെ ഒരു ആപ്പ് വേണം എന്നുള്ള ഒരു ഐഡിയ നമ്മൾ കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ഐഡിയ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാകാം. ഒരു ആപ്ലിക്കേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ടായിരിക്കും ആപ്പില്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന UI ആണ്, യൂസർ ഇന്റർഫേസ് ആണ്. മൊബൈലിന്റെ ആപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോം പേജ് എങ്ങനെ ഇരിക്കും, യൂസർ ഇൻപുട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യുന്ന പേജ് ഇരിക്കും, അതല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡാഷ്ബോർഡ് എങ്ങനെ ഇരിക്കും, അങ്ങനെ കാഴ്ചയിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ വരുന്നത്, ഫ്രണ്ട് എൻഡ് വരുന്നത്. ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ബാക്ക് എൻഡ് ലോജിക്, അതായത് ഈ ഡേറ്റ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് എന്താണ് ലോജിക്ക് വേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടെ നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങളാണ് ഈ ബാക്ക് എൻഡ് വരുന്നത്. ബേസിക്കലി നമ്മൾ സിമ്പിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിസ്ക് ഡ്രൈവ് പോലെ ഡേറ്റ ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം. ഇതാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് സംഭവം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഫിഗ്മ എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്ത് വെക്കുന്ന കുറച്ച് സാധനമാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്ക് നേരത്തെ ഐഡിയ ഉണ്ടെങ്കിൽ അത് നമ്മൾ വരച്ചു വെക്കുന്ന ഒരു പൊസിഷനാണ്. ഒരു ഫോട്ടോഷോപ്പ് പോലെ ഒരു സാധനം, പക്ഷെ എക്സ്ക്ലൂസീവ് ടു മൊബൈൽ ആൻഡ് വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, വരയ്ക്കുന്ന ഒരു
സംഭവം അത്രേ അറിഞ്ഞാൽ മതി. അപ്പൊ ഫിഗ്മയിൽ എന്ന് പറയുന്നത് നമ്മുടെ പേജ് എങ്ങനെ ഇരിക്കും എന്നുള്ള പിക്ചർ ഉണ്ട്. ആ ഒരു സംഭവം നമ്മുടെ ഫിഗ്മയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പൊ അതിനൊരു ബോൾട്ടിന് നല്ലൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഗിറ്റ് ഹബ് എന്ന് പറയുന്നത് നമ്മുടെ കോഡുകളൊക്കെ നമ്മൾ എഴുതി കൂട്ടുന്ന, പണ്ട് ട്രഡീഷണലി എഴുതി കൂട്ടുന്ന കോഡുകളൊക്കെ നമ്മൾ ഒരിടത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ക്ലൗഡ് പോലത്തെ ഒരു സ്പേസ് ആണിത്. പക്ഷെ ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡിൽ ഓരോ ചേഞ്ച് വരുത്തുമ്പോൾ ഓരോ വേർഷനും ഇത് സേവ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഏതൊരു സമയത്തും പഴയ വേർഷനിലേക്കും മുമ്പോട്ടും പിമ്പോട്ടും ഒക്കെ പോകാൻ പറ്റുന്ന വേറൊരു സ്റ്റോറേജ് സ്പേസ് പോലൊരു സംഭവമാണ് ഗിറ്റ് ഹബ് എന്ന് വെച്ചോ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഗിറ്റ് ഹബ് എന്ന് പറയുന്ന വേർഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ അതിനെ പറ്റി ഒന്നും ബോധേഡ് ആവണ്ട. അങ്ങനെ നമ്മുടെ കോഡുകൾ ഓൾറെഡി ഗിറ്റ് ഹബിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. അതുകൊണ്ടാണ് ഇമ്പോർട്ട് ഫ്രം 2 ഓപ്ഷൻ തന്നെ. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് മറ്റ് ഞാൻ പറഞ്ഞ ആപ്പുകളുടെയും ഒരു ഇന്റർഫേസ്. വേണമെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകും. അടുത്ത ഒരു ആപ്പ് എന്ന് പറയുന്നത് lovable.dev ആണ്. അതിന്റെ ഇന്റർഫേസ് നിങ്ങൾ നോക്കിക്കോ. അത് സെയിം വേ ആണ്. എഗെയിൻ പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ, അത്രേ ഉള്ളൂ. സിമ്പിൾ. പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ എക്സാമ്പിൾസ് ഞാൻ ചെയ്ത കാര്യങ്ങൾ, നേരത്തെ ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ദ സെയിം വേ നമ്മുടെ മൂന്നാമത്തെ ഫയർബേസ് സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കേട്ടോ ഈ ടേംസുകളൊക്കെ നമുക്കൊന്ന് കുറച്ച് അറിഞ്ഞിരിക്കണം. ഫുൾ സ്റ്റാക്ക് AI വർക്ക് സ്പേസ് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർബേസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഡേറ്റ ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ബാക്ക് എൻഡ് ഡേറ്റ വെക്കുന്ന ഗൂഗിളിന്റെ ഒരു സർവീസ് ആണ് ഫയർബേസ്. അവരാണ് ഈ ആപ്പ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അത് കാരണം ആണ് അവർക്കെന്ന് പറയുന്നത് ബാക്ക് എൻഡ് സപ്പോർട്ടും കൂടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് അവര് ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഫുൾ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എല്ലാം കൂടെ ചേർത്ത് എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളോട് ചേർത്തിട്ടുള്ള ഫുൾ പാക്കേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതേപോലത്തെ ഇന്റർഫേസ് തന്നെയാണ് ഇവിടെയും വീണ്ടും വരുന്നത്. പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ദ സെയിം വേ അടുത്തത് വന്നാലും എന്താ പറയുന്നത് V0 by Vercel. ഇവിടെ Vercel എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് സർവീസ് ആയിരുന്നു. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ സംഭവം. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഒരു പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രയാണ് മേജർ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇതിനകത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു സംഭവം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടില്ലേ? ഇതെന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന പ്രോംപ്റ്റിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. ഓക്കെ, ഈ കഥയൊക്കെ നിർത്തിയിട്ട് നമുക്കൊന്ന് ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. നമുക്കിപ്പം ലവബിളിൽ പോയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ജേർണൽ ആപ്പ് ഉണ്ടാക്കണം, കലണ്ടർ ഇന്റർഫേസ് ഉള്ള. ക്രിയേറ്റ് എ ജേർണൽ ആപ്പ് വിത്ത് എ കലണ്ടർ ഇന്റർഫേസ്. ഇറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു എൻ്റർ ദ ജേർണൽ ഡെയിലി ബേസിസ് ആൻഡ് ഐ ഷുഡ് ബി ഏബിൾ ടു സീ ഇൻ എ കലണ്ടർ വൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ജേർണൽ ആപ്പ് ഉണ്ടാക്കുക വിത്ത് എ കലണ്ടർ ഇന്റർഫേസ്. It should have a ability to enter the journal daily basis and I should be able to see in a calendar view. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്കതൊന്ന് ഓക്കെ അടിച്ചു നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഓക്കെ, ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ക്രെഡിറ്റ്സുകളൊക്കെ കുറവാണ്. ഇതിന് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. കലണ്ടർ സ്ക്രൈബ് ഡെയിലി ടെയിൽസ്, അതൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. അഗൈൻ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ചാറ്റിന്റെ കാര്യങ്ങളും അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണിക്കും. ഈ ഒരു ഭാഗത്താണ് പ്രിവ്യൂ കാണിക്കുന്നത്. വെബ്സൈറ്റ് എങ്ങനെ ഇരിക്കും, അതല്ലെങ്കിൽ കോഡ് ഇരിക്കും, അങ്ങനെ. അപ്പം ഇത് ലോഡ് ചെയ്യുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി ചെയ്ത ഏതെങ്കിലും ഒന്ന് ഞാൻ കാണിക്കാം. അതായത് V0 വന്നു കഴിഞ്ഞാൽ ഞാൻ ടോയി മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിന്റെ കാര്യം ഞാനൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്താ കൊടുത്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് ഞാൻ കൊടുത്തത്. ക്രിയേറ്റ് ടോയ് സെല്ലിംഗ് മാർക്കറ്റ് പ്ലേസ് വെബ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. അതിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ അവര് തന്നെ അതിൽ ക്രിയേറ്റ് ടെല്ലിംഗ് നെക്സ്റ്റ് ഡേയ്സ് റിയാക്ട് ഇതിൽ ഞാൻ ഉണ്ടാക്കാം എന്നൊക്കെ. അതായത് എന്തൊക്കെയാണോ അതിന്റെ ബാക്ക് എൻഡ് ടൂൾസ് വേണ്ട അവരൊക്കെ അത് തന്നെ സെലക്ട് ചെയ്ത് റൈറ്റ് നൗ ഇതിനെ പറ്റിയിട്ടൊന്നും ബോധന ചെയ്യണ്ട. എന്നിട്ട് ഇതുപോലെയുള്ള കോഡുകൾ എഴുതി തുടങ്ങി. അങ്ങനെ എഴുതി തന്ന കോഡാണ് ഞാൻ ഒരൊറ്റ പ്രോംപ്റ്റില് അവരെഴുതിയ കോഡുകളാണ് ഈ കാണുന്നത്. ഇത് എത്ര പേജ് ഉണ്ടെന്ന് അറിയാവോ? ഇത്രയും കോഡുകൾ ഒറ്റ പേജിൽ തന്നെ അവര് എഴുതി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നമുക്ക് സ്ക്രോൾ ചെയ്താലും തീരത്തില്ല, ഇത്രത്തോളം ഉണ്ട് മെയിൻ പേജ് എന്ന് പറയുന്നത്. സോ ഈ സംഭവങ്ങളൊക്കെ ഒരൊറ്റ പ്രോംപ്റ്റിലാണ് അവർ എഴുതി തുടങ്ങിയത്. ഇനി ഈ മോഡൽ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ പ്രിവ്യൂ കാണാം. ഇത് കണ്ടോ, ടോയ്ലാൻഡിന് അവരൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കണ്ടോ, പിക്ചർ അവർ വെച്ചിട്ടില്ല, പക്ഷെ
ഓൾമോസ്റ്റ് ഒരു സാധാ വെബ്സൈറ്റ് പോലെ, ഒരു ഗുഡ് ലുക്കിംഗ് വെബ്സൈറ്റ് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗുഡ് ലുക്കിംഗ് എന്നല്ല, ഒരു നോർമലി ആയിട്ടുള്ള വെബ്സൈറ്റ് പോലെ. അതായത് എല്ലാ കാര്യങ്ങളും അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ കാർട്ട് ഉണ്ട്, സൈൻ ഇൻ ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, ഷോപ്പ് നൗ ബട്ടൺ ഉണ്ട്, ഇ-കൊമേഴ്സ് സെല്ലർ ഉണ്ട്. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫീച്ചേർഡ് പ്രോഡക്റ്റുകളുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ഷോപ്പ് നൗവിൽ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് കാണാം. അതുപോലെ അതിന്റെ സൈഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കെൻ സി ഇവിടെ മറ്റേ ആമസോൺ പോലെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഒറ്റ പ്രോംപ്റ്റിൽ അവർ തന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലവബിളിൽ വന്ന് നോക്കാം. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ലോഡിങ്. ദ സെയിം വേ bolt.noയിലും ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് എടുക്കുക. ഒരു ഉദാഹരണം ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു കോഡ് എഴുതിയതാണ്. ആ എഴുതിയതിന്റെ പ്രിവ്യൂ ഇവിടെയാണ് വരുന്നത്. കോഡ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കോഡ് ഇവിടെയാണ് വരുന്നത്. ഫയൽ ട്രീസ് ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. സോ പ്രിവ്യൂ വേണമെങ്കിൽ അഗെയിൻ യു ഹാവ് ടു ഗോ ഹിയർ ആൻഡ് ചെക്ക് ചെയ്യണം. ഒരു ഡീസന്റ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ആക്ച്വലി ലൈവ് ആണ്. നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഞാൻ ലേറ്റർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്തോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടല്ലോ. മേ ബി നമുക്ക് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. ക്രിയേറ്റ് എ ജേർണൽ ആപ്പ് വിത്ത് ദ കലണ്ടർ വ്യൂ. ഐ ഷുഡ് ബി ഏബിൾ ടു എൻ്റർ ഡെയിലി ജേർണൽസ് ഇൻസൈഡ് ദിസ് ആപ്പ്. ഓക്കെ, സെയിം പ്രോംപ്റ്റ് അഗെയിൻ ഞാനൊന്ന് കൊടുത്തു നോക്കാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഓക്കെ, നമുക്ക് പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ അവര് പ്രിവ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോംപ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, വർക്കിംഗ് കാണിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് നിങ്ങൾ ടോപ്പ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവം ഉണ്ട്. നമുക്ക് ഈ ഒരു ടോഗിൾ ഉപയോഗിച്ചിട്ട് കോഡിലോട്ടും പ്രിവ്യൂവും കൂടെ സ്വിച്ച് ചെയ്യാൻ പറ്റും. മുമ്പുള്ള ആപ്ലിക്കേഷനിൽ ടാബ് ആയിരുന്നു, ഇതിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും സെയിം എഫക്ട് തന്നെയാണ്. ഞാനതൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സമയം കൊണ്ട് ഇത്രയും കോഡ് ഓൾറെഡി എഴുതി കഴിഞ്ഞവര് പേജസ്, ലൈബ്രറി, കുറെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇതിവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഫീച്ചർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു ജസ്റ്റ് ഒരു ജേർണൽ ആപ്പ് ഉണ്ടാക്കുന്നേ പറഞ്ഞുള്ളൂ. അതിനകത്ത് എന്തൊക്കെ ഫീച്ചർ വരണം എന്നുള്ളത് അവരാണ് നോക്കിയത്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ബ്യൂട്ടിഫുൾ കലണ്ടർ വ്യൂ ടു നാവിഗേറ്റ്. നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് അവർ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളത് അവരത് എടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് കോഡ് അവർ എഴുതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് അതും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലുക്ക് അറ്റ് ദ ജേർണൽ ആപ്പ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് അവർ തന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് ഈ മോളിൽ ടോപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് വെബ്സൈറ്റിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ എനിക്ക് കലണ്ടർ വ്യൂ ഉണ്ട്. എന്നിട്ട് എനിക്ക് അന്നത്തെ ദിവസത്തെ ജേർണൽ എഴുതാനുള്ള ഒരു എൻട്രി ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇത് വർക്ക് ആവുമെന്ന്. ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ. ഐ വാസ് ഏബിൾ ടു ഷൂട്ട് എ വീഡിയോ. ഓക്കെ, സേവ് ബട്ടൺസ് വർക്ക് ആവുന്നില്ല ബിക്കോസ് ഇതിന് ബാക്ക് എൻഡ് ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ ടോഗിൾ ചെയ്യാൻ പറ്റും, കലണ്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റും, എല്ലാ മന്തും മാറ്റാൻ പറ്റുന്നുണ്ട്, ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സെലക്ട് ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ച് ഇവിടെ ഡേറ്റ് മാറുന്നുണ്ട് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച്. സോ അത്രയും കാര്യങ്ങൾ വർക്കാണ്. അപ്പം എൻട്രി സേവ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡേറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യണം. അതുകൊണ്ടായിരിക്കാം. പേടിക്കണ്ട, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. എങ്ങനെയാണത് കണക്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു ആപ്പ് എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വൈപ്പ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ വീഡിയോയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു ഈ ടൂളൊക്കെ. ഇതാണ് ബ്രൗസർ ബേസ്ഡ് ടൂൾ. പിന്നീട് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചെയ്യണമെന്നുള്ള രണ്ടാമത്തെ ലെവലാണ്. ഇതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലവബിൾ അല്ലെങ്കിൽ ബോൾട്ടിൽ സംഭവം ഉണ്ടാക്കുക. അതിനുശേഷം ബാക്ക് എൻഡ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമുക്കിപ്പം ലവബിളോ അതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലിൽ ഡീപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോഡ് എഡിറ്ററിൽ ഈ കോഡുകൾ എത്തണം, എന്നാലേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി. അപ്ഗ്രേഡ് ടു പെയ്ഡ് പ്ലാൻ ടു യൂസ് കോഡ് എഡിറ്റർ. അതാണ് ഈ ലവബിളിന്റെ പ്രശ്നം. ബോൾട്ട് നോട്ടിൽ നിങ്ങളെ അനുവദിക്കുന്നുണ്ട് സേവ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനൊന്നും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോഡ് എഡിറ്ററിലേക്ക് പോകണം. അതിലൊരെണ്ണമാണ് അതിൽ ട്രഡീഷണലി യൂസ് ചെയ്യുന്നത് VS കോഡ് ആണ്. പക്ഷെ അതിനകത്ത് AI ഇല്ലാത്തത് കൊണ്ട് AI ബേസ്ഡ് ഒരു VS കോഡ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആണ് ഈ കഴ്സർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു നോട്ട് പാഡ് പോലത്തെ ഒരു സംഭവമാണ്.
നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഒരു നോട്ട് പാഡ് പോലത്തെ സംഭവം, പക്ഷെ വിത്ത് AI കേപ്പബിലിറ്റി. കോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മളിപ്പോ കണ്ട ഒരു ഇന്റർഫേസ് തന്നെ, പക്ഷെ ഇവിടെ കണ്ടോ ചാറ്റിംഗ് ചെയ്യാൻ ഒരു ഇന്റർഫേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാറ്റ് ചെയ്യാം, എന്നിട്ട് കോഡ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ടൂൾസ് വരുന്നത്. സെയിം രീതിയിൽ തന്നെയാണ് വിൻസർഫും വരുന്നത്. സെയിം സെറ്റപ്പ്. ഇത് കുറച്ച് ഡാർക്ക് വീട് കാണിക്കുന്നേ ഉള്ളൂ, അല്ലാതെ കാര്യങ്ങളൊന്നുമില്ല. കോഡ് ഇവിടെ വരുന്നു, ഇവിടെ ചാറ്റ് ചെയ്യുന്ന സംഭവം. ഓക്കെ, പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണലി നിങ്ങൾ VS കോഡ് തന്നെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ GitHub Copilot എന്ന് പറയുന്ന ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. അത് VS കോഡിൽ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇൻസ്റ്റാൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇൻസ്റ്റാൾ Copilot ഇൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് ഈ ടൂൾസിനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, ഇവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് വരെ നമുക്ക് കിട്ടും, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനി കൂടുതൽ കാര്യങ്ങൾ, അതായത് ലോഗിൻ ചെയ്യണം, പിന്നെ ലോഗ് ഔട്ട് ചെയ്യണം, ലോഗിൻ ചെയ്യണം, അല്ലെ ഡേറ്റാബേസ് സേവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. വീണ്ടും പ്രോംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഐ നീഡ് സോ ആൻഡ് സോ ഫീച്ചർ, അങ്ങനെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിന്റെ പരിപാടി. എന്നാ പിന്നെ നിങ്ങൾക്കും ട്രൈ ചെയ്തൂടെ വൈറ്റ് കോഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാലം പോവാണ്, എല്ലാവരും ഇനി പേഴ്സണലൈസ്ഡ് ആപ്പിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും പ്രൈവറ്റ് ആയിട്ട് ആപ്പ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഈ AI. അപ്പൊ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീരിയസ് ആയിട്ടൊരു ഫുൾ ഫ്ലെഡ്ജ് ആപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. മൊത്തം ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഒക്കെ കവർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഡീപ്പിൽ പോയി ഞാൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയുള്ളൂ ഇതെങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക. സോ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം.